നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫോർ ആൽഫ ബീറ്റ ബിലോങ്സ് ടു 0 to π/2. ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. എന്നിട്ട് റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട് 3 sin ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 2 sin ഓഫ് ആൽഫ മൈനസ് ബീറ്റ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ ഫൈൻഡ് എ റിയൽ നമ്പർ കെ ബി സച്ച് ദാറ്റ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു കെ ടാൻ ബീറ്റ. ഇത് NCERT എക്സാംപ്ലറിൽ കൊടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു നമ്പറിൽ തന്നെ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് ഇത് NCERT ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്. ടെക്സ്റ്റിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ സുഖമായിട്ട് ചെയ്യാമായിരുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. 3 sin ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 sin ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 2/3. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്തിട്ട് കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്തതിന് ശേഷം സമ്മ ഫോർമുല യൂസ് ചെയ്യാം. സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 sin c പ്ലസ് d/2 cos c മൈനസ് d/2. അത് അപ്ലൈ ചെയ്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം അത് എക്സ്പാൻഡ് ചെയ്യാണ്. സൈൻ ആൽഫ പ്ലസ് ബീറ്റ ഈസ് സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. സൈൻ ആൽഫ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ. കോമ്പണന്റോ ഡിവിഡൻഡോ ആണ്. RHSൽ കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്താൽ 2 + 3 ഡിവൈഡഡ് ബൈ 2 - 3. യെസ്, തൽക്കാലം കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്തില്ലല്ലോ. അടുത്ത സ്റ്റെപ്പിലാണ് കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യുന്നത്. സോ ദിസ് ഇസ് 2/3. ഇനി നമുക്ക് കോമ്പണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്താൽ ഈ ന്യൂമറേറ്ററിലേക്ക് ഡിനോമിനേറ്റർ ആഡ് ചെയ്യാം. സോ 2 sin ആൽഫ കോസ് ബീറ്റ. ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യാം. സോ 2 cos ആൽഫ സൈൻ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയ സ്റ്റെപ്പ് 2 + 3 ഡിവൈഡഡ് ബൈ 2 - 3. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ടാൻ ആൽഫയാണ്. ഇവിടെ സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ കോസ് ബീറ്റ ടാൻ ബീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 ഈസ് 5 ആൻഡ് 2 - 3 ഈസ് -1. അഥവാ -5 ആണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു -5 ടാൻ ബീറ്റ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു കെ ടാൻ ബീറ്റ എന്നാണ്. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ കെ ഇരിക്കുന്ന പൊസിഷനിൽ ഇപ്പോൾ നമുക്കുള്ളത് -5 ആണ്. Therefore the value of k is equal to -5. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവിടെ -5 എന്ന് കാണാം. അതാണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ.